അറബ് രാജ്യങ്ങൾ ഇറാനോടും ഇസ്രയേലിനോടും സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച എന്ന് വേണം പറയാൻ. അറബ് രാജ്യങ്ങൾക്ക് ഇറാനോടുള്ള നിലപാട് ഇങ്ങനെയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെയും പ്രാദേശിക രാഷ്ട്രീയത്തിലെ ഇടപെടലുകളെയും അറബ് രാജ്യങ്ങൾ എതിർക്കുന്നു. ഇറാന്റെ ഷിയ സുന്നി വിഭാഗതയിലുള്ള ഇടപെടലുകളും അറബ് രാജ്യങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നു. ഇറാൻ നേരിട്ട് അറബ് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആണവ പദ്ധതികളും പ്രാദേശികമായ ചില ഇടപെടലുകളും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ ഇടപെടലുകൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനോടുള്ള നിലപാട് ഇങ്ങനെ. പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേലിന്റെ നിലപാടുകളോട് അറബ് രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട്. ചില അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല രാജ്യങ്ങളും ഇപ്പോഴും ഇസ്രയേലിനെ അംഗീകരിക്കുന്നില്ല. അമേരിക്കയുടെ ഇടപെടലുകളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ അഭിപ്രായത്തിൽ അമേരിക്കയുടെ നയങ്ങൾ മേഖലയിലെ സമാധാനത്തെ തകർക്കുന്നു. എന്നാൽ അമേരിക്ക ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നു. മാത്രമല്ല, ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വരുന്ന മിസൈലുകളോ ഡ്രോണുകളോ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ തടഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുമുണ്ട്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ ജെറുസലേമും ടെൽ അവീവും ഞെട്ടിത്തരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ശക്തമായ തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. ഇറാന്റെ തിരിച്ചടി ശക്തവും കൃത്യവുമായിരുന്നു. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടു. ഈ ആക്രമണം ഇസ്രയേലിന് കനത്ത നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ റിട്ടാലിയേഷൻ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ നിലവിൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ആക്രമണത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ ആക്രമണം ടെഹ്റാനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടു. ഈ ആക്രമണം ഇറാന് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ തിരിച്ചടി ശക്തമാകാൻ കാരണം. എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാനാണെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു. പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രയേലിനെ ദുർബലമാക്കാനുള്ള ഇറാന്റെ നീക്കങ്ങൾ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയതുമാണ്. എന്നാൽ യുഎസുമായുള്ള അവസാനവട്ട ആണവ ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കെ ഇസ്രയേൽ പൊടുന്നനെ ആക്രമണം നടത്തിയതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. കരാറുകളല്ല, ശത്രുക്കളെ നിർവീര്യമാക്കുകയാണ് ലക്ഷ്യം. ഹമാസ് 2023 ഇസ്രയേലിൽ നടത്തിയ കടന്നാക്രമണം അവരുടെ പ്രതിരോധ നിലപാടുകളെ തന്നെ മാറ്റിമറിച്ചു. അതിർത്തിക്കപ്പുറം എല്ലാം ശാന്തമാണെന്ന ധാരണയിൽ മുന്നോട്ടു പോകാതെ ശത്രുക്കളെ മുളയിലെ നുള്ളിക്കളയുക എന്ന നയത്തിലൂന്നിയാണ് ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങളും പണവും നൽകി ഇസ്രയേലിനെതിരെ ആയുധമെടുക്കാൻ ഇറാൻ പ്രേരിപ്പിക്കുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് ഇസ്രയേലിന് വലിയ ഭീഷണിയാക്കും. ഈ ആണവായുധം ഭീകരരുടെ കയ്യിലെത്തിയാൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ നിലനിൽപ്പും തന്നെ അവതാളത്തിലാകുമെന്ന് ഇസ്രയേൽ ഭരണകൂടത്തിന് ബോധ്യമുണ്ട്.